ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നത്. ഒരുമിച്ച് നടന്നു നീങ്ങിയ 5 കൂട്ടുകാരികൾ, പരീക്ഷയുടെ വിശേഷങ്ങൾ പങ്കുവച്ച് സൗഹൃദങ്ങളിലൂടെ നടന്നു നീങ്ങിയ ഈ കൂട്ടുകാരികൾക്കിടയിലേക്കാണ് ഒരു ലോറി അമിതമായ വേഗതയിൽ പാഞ്ഞടുത്തു വന്നത്. ആ 5 കൂട്ടുകാരികളിൽ ഒരുത്തി പൊടുന്നനെ ഓടിമറഞ്ഞു. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. ആ പരീക്ഷയുടെ വിശേഷങ്ങൾ പങ്കുവച്ച 4 പെൺകുട്ടികളും മരണത്തിന് കീഴടങ്ങി. സ്കൂള് വിട്ട് വീട്ടിലേക്കുള്ള മടക്കയാത്രയായിരുന്നു അവർക്ക്. തങ്ങളുടെ അവസാന യാത്രയാകുമെന്ന് ഒരിക്കലും ആ കുട്ടികൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആ 4 പെൺകുട്ടികളും അത്തരത്തിലൊരിക്കൽ പോലും ചിന്തിച്ചിട്ടുമില്ല. അമിത വേഗതയിൽ ലോറി പാഞ്ഞു വരുന്നത് കണ്ട് ഒരുമിച്ച് നടന്നു നീങ്ങിയ 5 പേരിൽ ഒരാൾ ഓടി മാറിയതിനാലാണ് അപകടത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ രക്ഷപ്പെട്ടത്. എങ്കിലും തൻ്റെയൊപ്പം പരീക്ഷാവിശേഷങ്ങൾ പറഞ്ഞു നീങ്ങിയ കൂട്ടുകാരുടെ മുഖമോ ആ ലോറി മറിഞ്ഞ ദൃശ്യമോ രക്ഷപ്പെട്ട കുട്ടിയുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കുട്ടികൾ. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ, അത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന, റിത, മിഥ, ആയിഷ എന്നീ കുട്ടികൾ. ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു ഇന്ന്. ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച പരീക്ഷ 3:15 വരെ ആയിരുന്നു. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ചും അടുത്ത പരീക്ഷയെക്കുറിച്ചുമൊക്കെ ആ കുട്ടികൾ സംസാരിച്ചിട്ടുണ്ടാകണം. ഒരു 3:45 അപകടമുണ്ടായത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലുണ്ടായ അപകടത്തിൽപ്പെട്ട 3 പേരും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായാണ് വിവരം. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ 3 പേരുടെയും മരണം സ്ഥിരീകരിച്ചിരുന്നുവത്രേ. 4-മത്തെയാൾ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണപ്പെട്ടത്. എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കി ഒന്നിച്ച് വീട്ടിലേക്ക് മടങ്ങിയവർ ഒരുമിച്ച് ഒരിക്കലും മടങ്ങി വരാനാകാത്ത ഒരു ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു. എല്ലാവരും ആ മരിച്ചുപോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിന് ക്ഷമ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു ആ മരണപ്പെട്ട കുട്ടികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.